കൊത്തറന്ന് കേട്ടാ അപ്പം വീഡിയോ ഓണാക്കി വെക്കുക. പക്ഷെ നാണമുള്ള മീനാണെന്ന് തന്നെ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ആയിരുന്നു കിട്ടിയില്ല. മത്ത നിറച്ച് കിട്ടേണ്ടതാണ്. അതെ അതെ, എൻ്റെ ഐശ്വര്യം കൊണ്ട് കൊമ്പൻ പണ്ട് കടിയൻ ഇതുപോലെ ഉണ്ട്. ഇതുപോലത്തെ ചപ്പും ചോറൊക്കെ വലിച്ച് മൂളി കയറ്റിയിടും. കാളാഞ്ചിനെ കിട്ടിയ പണ്ടൊക്കെ ഷഡ്ഡിയൊക്കെ കിട്ടും. കടിയനൊക്കെ എവിടെയാണ് എന്തല്ലേ അടിയന്റെ കൊച്ചാണ് പാടാ സൈക്കിൾ കണ്ടില്ലേ എവിടെ ചിത്തപ്പനോട് നീ ഇതെന്തൊക്കെ ചൂണ്ടിട്ടുള്ള വളർന്നു തന്നെ ബ്ലോക്കറെ മുളയിലെ നുള്ളാൻ നോക്കുന്നു മൈരികളെ. നീയെങ്കിലും പോയത് ഞാൻ ചൂണ്ടെടുത്തില്ല. എനിക്കുള്ളത് നീ പിടിച്ചില്ലടാ, പിന്നെ ഞാനെന്താ രണ്ടുപേരും വഴക്കൂടണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം. ആശിക്ക് എന്നുള്ള സ്നേഹം എനിക്ക് വലുതൊന്നും മതി. ഞാൻ പിടിക്കാം. ഞാൻ പിടിച്ച മീൻ മാത്രം എനിക്ക് മതി. ആലോചിക്കട്ടെ, ഞാൻ ചെമ്പനിയും പിടിച്ചിട്ടുണ്ട്. ആലോചിക്കാം. ഇന്നലെ കൊണ്ടേ മൂച്ചില്ലേ മീര്. ഇന്നലെ കിട്ടി. ഇന്നലെ മൊത്തം 7 വരെല്ലാം കിട്ടിട്ട് ഇവിടുന്ന്. ഈ മയറിനൊന്നും പിടിച്ചൊന്നുമില്ലേ? അതെ, ഞാൻ പിടിച്ചില്ല. ഞാൻ ചെമ്പലിയും പിടിച്ചില്ലേ. നീ പറഞ്ഞത് ആശി വന്നിട്ട് ഇന്ന് ഉച്ചക്ക് ഇതാ പറയണത്, ഇത്രയുള്ള വരാലിനെ പിടിച്ചു. എത്ര ഇത് ഞാൻ യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്യും. 10-12 വർഷം കഴിഞ്ഞ് നീ കേട്ടി നിനക്ക് കൊച്ചുണ്ടാകണ അങ്ങനെ കാണിച്ചു കൊടുക്കുക. നിനക്കും ഉണ്ടായിരുന്നു, നാട്ടുകാർ തല്ലിക്കൊന്നു. അല്ല, അവിടെ വലിയൊരു കഴിവറി ഉണ്ടായിരുന്നു. ടാലന്റഡ്, ഓവർ ടാലന്റഡ്. സ്റ്റിക്ക് ഒടിച്ചു, ഇനിയിപ്പോ കുഴപ്പാണ്. സ്റ്റിക്ക് ഒടിച്ചു, ഇനി കുഴപ്പാ. ചെറുതായി പിന്നെ മടി കൊടിച്ചു കഴിഞ്ഞാൽ പിന്നെ വലുതാവും. അവള് പനയുടെ കൊമ്പ എടുക്കുന്ന. നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും ഞങ്ങളുടെ മറ്റേ റോഡും റെയിലൊന്നും ഇല്ലയെന്ന്. നമ്മുടെ അതും ഉണ്ട് കേട്ടോ. ഇവിടെ ഇട്ടൊന്നും വലിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് കഴിച്ചുകൊണ്ട് ഇടണം. അതും വര നൂഡിൽസ് വിശ്വസിച്ചാണ് നോക്കില്ല. പ്രശംസ. ഓ താങ്ക് യു താങ്ക് യു. അച്ഛൻ വന്നപ്പോൾ കരിമീനായിട്ട് വന്നതാ. വീശി പിടിച്ചാടാ. അവിടെ നിന്ന് ഇതാണ് ജിജണ്ണൻ കപ്പൂത്ത്. കടക്കാര ഈ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ കേട്ടല്ല, പൊന്നമുള്ള കുളത്തിലാണ്. ഞാൻ ഇന്നലെ വന്നോലി വാങ്ങിച്ചോണ്ടെന്നാ. നല്ല നെയ്യുള്ളതാണ്. എവിടെ ഇവിടെ പന്നി ഉണ്ടാവോ? പന്നി ഉണ്ടാവും. എവിടെ പന്നി? ഇവിടെ കൊച്ചുണിക്കാലല്ല. ആ കോമഡി എന്നൊക്കെ അറിയാം. അത് നമ്മൾ തുടങ്ങാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ ആ ടൈമിൽ അവരവിടെ അതിട്ട് സ്റ്റാളിട്ട്. എന്തായാലും നന്നായില്ലേ, ആകാശം പോയാൽ നമ്മൾ വെട്ടണേ ആരെങ്കിലും നമുക്ക് എല്ലാവർക്കും വീട്ടിൽ കൊണ്ടുപോകണം. ആഷിടയിൽ കുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കോമളയൊക്കെ വന്നുണ്ട്. ഇത് വീഡിയോ തുറന്നു മര്യാദക്ക് ഇട്ട് മില്യൺ അടിച്ച് പണിക്കൊന്നും പോകാണ്ട് ജീവിക്കാന്ന് വെച്ചാൽ സമ്മതിക്കല്ലാരും കൊത്തുകൊണ്ട്. ദൈവമേ, അങ്ങോട്ട് കുരുങ്ങ് മീനെ. പിന്നെ 33 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 33 സബ്സ്ക്രൈബേഴ്സ്. അതിൽ 10 എൻ്റെ ഫേക്കാണ്. ചുമ്മാ ഇട്ടതാടാ. എന്തായാലും ഫേസ്ബുക്കിൽ ഇടണല്ലേ, അതിനകത്തൊരു കിടക്കട്ടെന്ന് വിചാരിച്ചു. കണ്ടന്റ് മോണിറ്റൈസേഷൻ. ഫേസ്ബുക്കിൽ ഡോളേഴ്സ് മൊത്തം $5 കിട്ടിയിട്ടുണ്ട്. വർത്താനം പറഞ്ഞിട്ട് കിട്ടണ മീൻ മതി. കൊത്തോണ്ടാ നമ്മളെ കാല് എന്ത് ചെയ്യാണ്ടിരുന്നാൽ മതി. അപ്പോൾ പ്രകൃതി ഭൂമിയിലുള്ള പ്രകമ്പനം അവന്മാർക്ക് അവിടെ കിട്ടി. അല്ല, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. ഈ 4 മിനിറ്റും 50 സെക്കൻഡൊക്കെ ഈ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആരും കാണത്തില്ലായിരിക്കും. ലൈവ് അല്ലടാ, ഞാൻ യൂട്യൂബിലിട്ട് കഴിയുമ്പോഴും ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ
അവർക്ക് ബോറടിക്കരുതല്ലോ. ലൈവ് വിട്. മയിര പിടിച്ച് കരക്കിടാനും എന്നിട്ട് നിർത്തട്ടെ. ആ സഭ്യമായ വാക്കുകൾ ഉപയോഗിക്കണം. നൈൻ്റെ മോനെ പിന്നെ ഫിസിക്സിന്റെ ക്ലാസ് ഒക്കെ എടുത്തോണ്ടിരുന്ന അല്ല നിനക്ക് ഒരാഴ്ചത്തേക്കുള്ള മീനൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. ആ മയിര് ഒരു കഷ്ണം വെച്ച് ഒരു ദിവസം തിന്നാം. അവൻ തിന്നണേ ഉള്ളൂ, വിഴുങ്ങിയിട്ടില്ല. നീ വന്ന് ഐസ് ഒന്ന് പൊക്കിയിട്ട് വന്നിട്ട് നോക്കണം. പൊളിഞ്ഞിരിക്കണ സാധനമാണ് വലിച്ചുകൊണ്ട് പോകും. ഈ വരാലങ്ങനെ അധികം വലിക്കില്ല. അവന്മാർ വെച്ചിങ്ങനെ വായി വെച്ചിങ്ങനെ കടിച്ച് വീഴും. ആണ്ട നമ്മൾ മറ്റേ ചെമ്പശ്ശേരി ഇടാൻ പോയപ്പോൾ കണ്ടതായിരുന്നു. അവൻ വരാലിന് മുമ്പ് ഇട്ട് കൊടുത്താൽ പിടിക്കുന്നത്. കരയിൽ കിടന്ന് വരാലിളകിയതാണ് ഇതിനത്ര നേരം ക്യാമറ വെച്ചോണ്ടിരുന്നു.